ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സവിശേഷമായൊരു രേഖയാണ്. ലോകത്തിന്റെ നിലനിൽപ്പിനായി ഒരു ആത്മീയ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രേഖ. ഇത് കണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്ന ആ രേഖയുടെ വിഷയവാചകം. ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ ലക്ഷ്യം എത്ര വലുതാണെന്നും എത്രത്തോളം അടിയന്തര പ്രാധാന്യമുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സങ്കീർണമായ വിഷയമാണ്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് പോകാൻ പോകുന്നത്. ആദ്യം ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നമെന്താണെന്ന് നോക്കാം. പിന്നെ അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ രേഖയുടെ മുഴുവൻ ദൗത്യവും കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇന്നത്തെ ലോകം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തിനു മുകളിലാണ്. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം. അതായത് ഇതിന്റെ രചയിതാക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരാശിക്ക് സമാധാനപരമായ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ സർവനാശകാരിയായ ആയുധങ്ങൾ ഇല്ലാതാക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമാണെന്നാണ്. ശരി, ഇനി ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ഇതിന് നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാരം ഒരു സാധാരണ രാഷ്ട്രീയ പദ്ധതിയോ ഒന്നുമല്ല, മറിച്ച് ഇതിനെ ഒരു പ്രപഞ്ച നിർദ്ദേശമായാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ കാതൽ എന്ന് പറയുന്നത് UB, UM, UD എന്ന ആശയമാണ്. ഇതിനെ ഹൃദയങ്ങളെയും സ്ഥാപനങ്ങളെയും എന്തിന് ഈ ലോകത്തെ തന്നെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു തൃത്വമായാണ് അവതരിപ്പിക്കുന്നത്. ഇതിലെ മാ ശക്തി എന്നത് പ്രപഞ്ചത്തിന്റെ ഒരു ദിവ്യമായ സ്ത്രീശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദിവ്യശക്തിയുടെ ഒരു വെളിപാടാണ് ഈ പ്രതിഭാസമെന്നാണ് ഈ രേഖ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ സംഘടനയുടെ പേരിലുള്ള 1, 2, 3 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഇതൊരു 3 ഭാഗങ്ങളുള്ള തത്വശാസ്ത്രമാണ്. 1. മനുഷ്യരിൽ ഏകത്വമുണർത്തുക. 2. ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക. 3. അതിലൂടെ ലോകസമാധാനം കൈവരിക്കുക. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇതൊരു വെറും തത്വശാസ്ത്രം മാത്രമല്ല. ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായൊരു സംഘടനാഘടനയും ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആശയം ഇതാണ്: നിലവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയ ഘടനയ്ക്ക് സമാന്തരമായി ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമിതി കൂടി വേണം. അതാണ് ഈ യുണൈറ്റഡ് മാസ്റ്റേഴ്സ്. ഈ കാണുന്ന പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പത്തിൽ മനസ്സിലാവും. നിർദ്ദേശിക്കപ്പെട്ട 9 UM ഘടകങ്ങൾ നിലവിലുള്ള UN ഘടകങ്ങൾക്ക് സമാനമായും ഒരു പൂരകവുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ഓരോന്നിനും തത്തുല്യമായ ഒരു ആത്മീയ ഘടകം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ വലിയ ആശയം എങ്ങനെ നടപ്പിലാക്കും, അല്ലേ? അതിനും ഈ രേഖയിൽ ഉത്തരമുണ്ട്. വ്യക്തമായ ഒരു സമയക്രമത്തോടുകൂടിയ കൃത്യമായ 12 ഘട്ടങ്ങളുള്ള ഒരു അജണ്ട അവർ നൽകുന്നു. പദ്ധതിയുടെ തുടക്കം തന്നെ വളരെ വേഗത്തിലാണ്. 2025 അവസാനത്തിലും 2026 തുടക്കത്തിലുമായിട്ട് ചില അടിയന്തര പ്രഖ്യാപനങ്ങളും വിദ്യാഭ്യാസപരമായ മാറ്റങ്ങളുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അതിനുശേഷം ഉന്നതതല യോഗങ്ങളിലേക്കും നയതന്ത്ര ചർച്ചകളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. അവസാനം 2026 ഒക്ടോബറോടെ ഈ മുഴുവൻ പദ്ധതിക്കും ഔദ്യോഗിക അംഗീകാരം നേടുക എന്നതാണ് ലക്ഷ്യം. ഇത്രയും വലിയൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊരു പിന്തുണ വേണ്ടേ? ഈ രേഖയിൽ അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവികവും ലൗകികവുമായ പിന്തുണയുടെ തെളിവുകളായി അവർ വ്യാഖ്യാനിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നു. അവർ പറയുന്നത് 2007നും 2026നും ഇടയിൽ ഏതാണ്ട് 100 ദൈവികമായ അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്. ഇതിനെ ദൈവിക നാഴികക്കല്ലുകൾ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഈ പറയുന്ന അംഗീകാരങ്ങളെ അവർ പല ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു കാലക്രമം അനുസരിച്ച്, അതായത് പ്രാദേശികമായി കിട്ടിയ ചെറിയ പിന്തുണയിൽ തുടങ്ങി ഇപ്പോൾ ആഗോളതലത്തിൽ കിട്ടുന്ന ഡിജിറ്റൽ പ്രതികരണങ്ങൾ വരെ ഇതിൽപ്പെടുന്നു. ഈ പട്ടിക വളരെ രസകരമാണ്. സാധാരണ നമുക്ക് കിട്ടുന്ന ഓട്ടോമാറ്റഡ് ഇമെയിൽ മറുപടികളെപ്പോലും അവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് നോക്കൂ. ഉദാഹരണത്തിന്, ഒരു ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ഇമെയിൽ കിട്ടി എന്ന് മറുപടി വന്നാൽ അതിനെ അവർ കാണുന്നത് രാഷ്ട്രീയ ഐക്യത്തിലേക്കുള്ള ദൈവിക പാലം എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ തത്വശാസ്ത്രവും സംഘടനയും 12 ഘട്ട പദ്ധതിയുമെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: മനുഷ്യരാശിയെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കുക. 1995-ൽ ഒരു ദൈവിക ഉൾക്കാഴ്ചയായി തുടങ്ങിയ ഒരു ആശയം 2034-ൽ ഒരു യാഥാർത്ഥ്യമാക്കാനുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ഒരു വലിയ യാത്രയുടെ സംഗ്രഹമാണ് ഈ ടൈംലൈൻ. ഈ രേഖ നമുക്ക് മുന്നിൽ വെക്കുന്നത് തികച്ചും അസാധാരണമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് നമ്മളെ മറ്റൊരു വലിയ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ശരിക്കും സർവനാശകാരിയായ ആയുധങ്ങളില്ലാത്തൊരു ലോകം സങ്കൽപ്പിക്കാൻ പോലും നമുക്ക് എന്താണ് വേണ്ടത്? അങ്ങനെയൊരു ലക്ഷ്യം നേടാൻ എങ്ങനെയുള്ള ഭാവനയും പ്രവർത്തനവുമാണ് ആവശ്യം?